ഈ വിഷു എന്നുള്ള എഴുത്തില്ലേ, ആ ഒരു എഴുത്ത് വെച്ചിട്ട് നമുക്കൊരു വിഷുക്കണി ഉണ്ടാക്കിയാലോ? എന്നാ വേഗം വാ, നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കാന്ന് എന്റെ മനസ്സ് പറയണത് കേട്ടിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റാർട്ട് ആക്കിയത്. സത്യം പറയാലോ, കുറച്ച് നാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതിൽ ഡ്രോയിങ് ചലഞ്ച് എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് വൈറലാക്കുള്ളൂ. എന്നാൽ ഡ്രോയിങ് ആയിട്ട് ബന്ധമില്ലാത്തൊരു വീഡിയോയ്ക്ക് അതുപോലെ ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് കാര്യമില്ല. വിഷു ആയിട്ട് എന്താ പരിപാടി, വീഡിയോസ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ആക്കിയത് കേട്ടോ. അരിഞ്ഞ് എഡിറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. നാളെ കണ്ടാലും നിങ്ങൾ ഇത് സപ്പോർട്ട് ആക്കുന്നുള്ള ഒരു വിശ്വാസമുള്ള കാരണമാണ് നമ്മൾ ഇതുപോലെയൊക്കെ എടുത്തത്. എന്തായാലും നമ്മൾ തുടങ്ങിയത് ഒരു ഡ്രോയിങ് ചലഞ്ച് എന്നാണെങ്കിലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കുക്കിംഗ് ചലഞ്ചിലാണ്. സ്പെഷ്യൽ ആയിട്ട് ഒരു ഇടിച്ചക്ക കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അശോകേട്ടൻ കൊണ്ടുവന്ന പായസം കിടിലിനായിരുന്നു, താങ്ക് യു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ടുള്ള കട്ട്ലേറ്റും കഴിച്ചിരിക്കുമ്പോഴാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വിഷുക്കണിയുടെ കാര്യം ഓർമ്മ വന്നതും ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ കളർ ചെയ്യാൻ തുടങ്ങിയതും. ഈ ഡിജിറ്റൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് കുറെ നാളായതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇതിന്റെ കളറിംഗ് ഒക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ആക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു.